ഈസി ഓർക്കിഡ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നഫീസ റഹ്മത്തുള്ള. ഇന്നത്തെ വീഡിയോ പതിയ വീഡിയോകളേക്കാൾ വ്യത്യസ്തമാണ്. നമ്മുടെ ഫാം, അതായത് ഈസി ഓർക്കിഡ്സ് ഫാം സന്ദർശിക്കാൻ വെള്ളാനിക്കര യൂണിവേഴ്സിറ്റിയിലെ മാം ആബിദ, പ്രൊഫഷണൽ ഹെഡ് അഗ്രികൾച്ചർ വെള്ളാനിക്കര മാമും, പിന്നെ സൂര്യ മാം റിസർച്ച് അസിസ്റ്റൻറ്റ് മാമും, പിന്നെ നമ്മളുടെ MG പുരുഷോത്തമ റിസർച്ച് ഡയറക്ടർ ബാംഗ്ലൂർ, ആ സാറ് 3 പേരും കൂടി നമ്മളുടെ ഫാം സന്ദർശിക്കാൻ വന്നിരുന്നു. അപ്പോൾ അതിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. വീഡിയോയിലേക്ക് പോവാം. വെള്ളാനിക്കര കോളേജിലെ ആബിദ മാമും സൂര്യ മാമും ഒക്കെ ആയിട്ട് ഞാൻ പൊതുവെ അവരായിട്ട് എപ്പോഴും മെസ്സേജ് അയക്കാറും സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, പിന്നെ പുരുഷോത്തമൻ സാറ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നുണ്ട്, അപ്പോൾ നമ്മളെ ഫാം സന്ദർശിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, നമുക്ക് നല്ല സന്തോഷമല്ലേ അവരൊക്കെ നമ്മളുടെ ഫാമിലേക്ക് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഓക്കെ, വരാൻ പറഞ്ഞു. അപ്പോൾ വരാനുള്ള പ്രധാന കാരണം നമ്മളുടെ ഫാമിൽ, അതായത് ഈസി ഓർക്കിഡ്സ് ഫാമിൽ പ്രൊഡക്ഷൻ, നമ്മളിപ്പോൾ ഫലനോഫീസ് അല്ലെങ്കിൽ ഡെൻഡ്രോബിയൊക്കെ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ഫ്ലാസ്ക് വരുത്തി നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് വരാനുണ്ടായ താല്പര്യം. അങ്ങനെ നമ്മളുടെ ഫാം സന്ദർശിക്കുകയും എല്ലാം കാണുകയും നമ്മൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരികയും നമ്മൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉള്ളത് തീർത്ത് തരികയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ അവർ നമ്മൾ ഫാം സന്ദർശിച്ച് പുരുഷോത്തമൻ സാറിന് നമ്മളുടെ ഫാം നല്ല ഇഷ്ടമായി, എല്ലാ കാര്യങ്ങളും നല്ല ഓക്കെ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുക, നമ്മളെ കയ്യിൽ നിന്ന് നമ്മളുടെ ഫലനോഫീസ് നല്ല ഇഷ്ടമായി. സാറ് ഫലനോഫീസ് കൊണ്ടുപോയി. പിന്നെ ഒരു ഡെൻഡ്രോബിയം ഫ്ലവർ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ സാറിന് നല്ല ഇഷ്ടമായി. അതൊരു സ്പെഷ്യൽ വെറൈറ്റി ആണല്ലോ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് കുറച്ച് സമയം നമ്മളുടെ ഫാമിൽ അവർ ചിലവഴിച്ച്. പിന്നെ എൻ്റെ എന്താ പറയുക, കൊച്ചുമോളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് എന്താ പറയുക, കുറേ സംശയങ്ങൾ, കുറേ ചോദ്യങ്ങൾ, കുട്ടികളല്ലേ. അപ്പോൾ ഞാൻ മോളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ സംശയങ്ങളുണ്ടായിരുന്നു. പിന്നെ റിജേഷും ഉണ്ടായിരുന്നു, നമ്മൾ പാർട്ട്ണർ റിജേഷും, ഫെമിയുടെ ഹസ്ബൻഡ് റിജേഷും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിട്ട് കുറേ നേരം സംസാരിച്ചു, ചിലവഴിച്ചു, അങ്ങനെ പോയി. പിന്നെ അപ്പോൾ സാറ് പറഞ്ഞൊരു നിർദ്ദേശം, അപ്പോൾ മോള് കുറേ സംശയങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അടുത്ത തലമുറക്ക് കൂടി നമ്മൾ ഈ അറിവ് പങ്കുവെച്ചു കൊടുക്കുകയും തന്നെയല്ല, അവർക്ക് ഇതിൻ്റെ ടെക്നോളജി കാര്യങ്ങളൊക്കെ നല്ല വളർന്നേക്കണല്ലോ. അപ്പോൾ ഇതിൻ്റെ എത്രയും വരെ ഇതിനെ പറ്റിയിട്ട്, ഓർക്കിഡിനെ പറ്റി റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി പഠിക്കാനുള്ള ആ മേഖലയിലേക്ക് മോൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മോള് പോകണം കേട്ടോ എന്ന് എൻ്റെ കൊച്ചുമോളോട് പറഞ്ഞു. അപ്പോൾ അവൾക്ക് വേറെ ഒരു ഇതാണ്, സ്വപ്നമാണ് അവളെ മനസ്സിലുള്ളത്. അപ്പോൾ അവൾ പറഞ്ഞു നോക്കാം എന്ന് പറഞ്ഞ്. അറിയില്ല, എന്തായാലും അടുത്തൊരു തലമുറയും ഇതിലേക്ക് തന്നെ വരണമെന്ന് തന്നെയാണ് എല്ലാവരും താല്പര്യം. എൻ്റെ താല്പര്യവും അത് തന്നെയാണ്. അപ്പോൾ ഒക്കെ നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലല്ലേ, പിന്നെ നോക്കാം. അപ്പോൾ ഈ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.